Hello friends, welcome back. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു വാൾ ഡെക്കറാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൂർത്തിച്ചക്കയുടെ ഇലയാണ്. ഇത് നിങ്ങൾ പൂർത്തിച്ചക്ക ഇതിൽ നിന്ന് ഒടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു 2-3 ദിവസത്തിനകമെങ്കിലും എടുക്കുക. ചീത്തയായി പോകും മുമ്പേ ചെയ്യണം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ താഴ്ഭാഗത്തുള്ള ഇലകളെല്ലാം ഒന്ന് അടർത്തിയെടുക്കുകയാണ്. ഇത് ആവശ്യമില്ല, കാരണം ഇത് ഉണങ്ങി ഒന്ന് വാടിയിരിക്കുന്ന ഇലകളായിരിക്കും താഴ്ഭാഗത്തുള്ള. നമുക്ക് ആ മുകളിൽ ഭാഗത്തുള്ള നല്ല ഇലകൾ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് അടർത്തിയെടുക്കുകയാണ്. ഇപ്പോൾ താഴ്ഭാഗത്തുള്ള ഇലകളെല്ലാം പോയി. ഇനി ആ മുകളിലുള്ള നല്ല ഇലകളെല്ലാം ഒന്ന് അടർത്തിയെടുക്കുകയാണ്. മുള്ളുണ്ട്, അതിന് സൂക്ഷിച്ച് ചെയ്യുക. രണ്ടാമത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുണി യൂസ് ചെയ്ത് അതൊന്ന് തുടച്ചെടുക്കാം. ഇനി ഇതിൽ കുറച്ച് നല്ല ഇലകളെല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഓരോന്നും ഇതുപോലെ താഴെ കുറച്ച് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള മുള്ളുകളെല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ്. അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഇലകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി 3 സർക്കിൾസ് കോമ്പസ് യൂസ് ചെയ്ത് കാർഡ്ബോർഡിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 സൈസാണ്, അതായത് സ്മോൾ, മീഡിയം, ബിഗ് എന്ന 3 സൈസിൽ. അതായത് 3 സൈസ് ഫ്ലവേഴ്സ് ചെയ്യാനാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇതിന് കറക്റ്റ് മെഷറൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് കോമ്പസ് യൂസ് ചെയ്ത് അങ്ങ് വരച്ചെടുത്താൽ മതി. 3 സൈസ് ആയിട്ട് ചെയ്തെടുക്കുക. ഇനി അതിൽ വലിയ സർക്കിളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ 3 കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൽ വലുത്. ഇനി ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമ്മൾ ഓരോ ലീവ്സും ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് പെറ്റൽസ് ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഫ്ലവറിൻ്റെ. സോ പെറ്റൽസിനെല്ലാം സെയിം ലെങ്ത് ആയിരിക്കണം. ഇപ്പോൾ താഴെ എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ താഴെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന പെറ്റൽസിൻ്റെ സെയിം ലെങ്ത് തന്നെയാണ് കേട്ടോ. ഇനി ഈ 2 പെറ്റൽസിൻ്റെ നടുക്ക് ഒന്നായിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് എല്ലാം അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. 2 പെറ്റൽസിൻ്റെ നടുക്കൊന്നായിട്ട് എല്ലാം അതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വലിയ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത്. ജസ്റ്റ് ആ ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്ത് ആ ഒരു ഇംപെർഫെക്ഷൻ മാറാനായിട്ടാണ്. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയത്തില്ല അത് ഒട്ടിച്ചെടുത്തതാണെന്ന്. നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ആ ഫ്ലവർ. ഇനി മീഡിയം സൈസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആ മീഡിയം സൈസിലുള്ള സർക്കിൾ നമ്മൾ 3 നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ല, അതിൽ മീഡിയം സൈസിൽ സർക്കിൾ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ പെറ്റൽസ് എന്ന് പറയുന്നത്, അതിലൊട്ടിക്കുന്ന പെറ്റൽസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വലിയ ഫ്ലവർ ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ പെറ്റൽസിനെ കാട്ടി കുറച്ചുകൂടി ചെറുതായിരിക്കണം. നോക്കി ഇതുപോലെ വച്ച് നോക്കുക, കുറച്ചുകൂടി ചെറുതായിരിക്കണം. ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എല്ലാ പെറ്റൽസും ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്ന പെറ്റൽസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 എണ്ണത്തിൻ്റെ
നടുക്ക് ഒരു പെറ്റലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സെയിം ലെങ്ത് തന്നെ ആയിരിക്കണേ. നമ്മൾ ആദ്യം വെച്ച പെറ്റൽസിൻ്റെ സെയിം ലെങ്ത് തന്നെയാണ് നമ്മൾ രണ്ടാമത് അതിൻ്റെ മുകളിൽ കൂടി ഓവർലാപ്പ് ചെയ്യുന്ന പെറ്റൽസിന്. ഇപ്പോൾ മീഡിയം സൈസ് ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കും ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത്. ഇനി ലാസ്റ്റായിട്ട് സ്മോൾ ഫ്ലവർ ചെയ്തെടുക്കുകയാണ്. സ്മോൾ സർക്കിൾ എടുത്തിട്ട് ഇനി അതിൽ വയ്ക്കുന്ന പെറ്റൽസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ ചെയ്തില്ലേ മീഡിയം സൈസ് ഫ്ലവർ, അതിൻ്റെ പെറ്റൽസിനെയും കാട്ടി വച്ച് നോക്കുക. അതാണ്ട് കുറച്ച് കുറവായിരിക്കണം. ആ രീതിയിൽ എല്ലാ പെറ്റൽസും കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ നടുക്കും ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 3 ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ബിഗ്, മീഡിയം, സ്മോൾ. ഇങ്ങനെ 3 എണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരേ പാറ്റേൺ തന്നെയാണ് 3ഉം ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതിലെല്ലാം ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓറഞ്ച് ഡയറക്റ്റായിട്ട് എടുക്കാനില്ലാത്തവരാണെങ്കിൽ റെഡും യെല്ലോയും മിക്സ് ചെയ്താൽ ഓറഞ്ച് കളർ കിട്ടും. അത് ഫുള്ളായിട്ട് എല്ലാ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓറഞ്ചിന് വേണമെന്നില്ല, യെല്ലോ അപ്ലൈ ചെയ്താലും മതി. 3 എണ്ണം ഇതുപോലെ തന്നെ കളർ ചെയ്തെടുക്കുക. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം, അത്ര ബ്രൈറ്റായിട്ട് തോന്നിയില്ലെങ്കിൽ ഡ്രൈ ആയ ശേഷം മാത്രം നമുക്ക് ഒരു കോട്ടും കൂടി ഓറഞ്ച് കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ആ കാർഡ്ബോർഡിൽ മാത്രം ഞാൻ ബ്രൗൺ അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്രൗൺ കളർ ഡയറക്റ്റായിട്ട് എടുക്കാനില്ലാത്തവരാണെങ്കിൽ ബ്ലൂ ഗ്രീനും കൂടി മിക്സ് ചെയ്താൽ ബ്രൗൺ കിട്ടുന്നതാണ്. ഞാൻ പെറ്റൽസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ആ അകത്ത് കണ്ടോ ഇതുപോലെ സർക്കിളിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. 3 എണ്ണം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ കുറച്ച് കടുക് തൂക്കി കൊടുക്കുകയാണ്. കടുകില്ലാത്തവരാണെങ്കിൽ സീഡ് ബീഡ്സ്, പഞ്ചാര മുത്തോ മണ്ണായാലും മതി, ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടാനായിട്ടാണ്. ഇത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ കാർഡ്ബോർഡിൽ മാത്രമേ ചെയ്യുന്നോളെ. എന്നിട്ട് ബ്രഷ് യൂസ് ചെയ്തൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ അകത്ത് കടുക് ഇതുപോലെ ഇട്ട് കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി 2 ഫ്ലവേഴ്സും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിന് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഞാൻ ബാക്കിയുള്ള കടുകെല്ലാം ടിഷ്യൂ പേപ്പറിൽ ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ വന്നോളും. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് മാത്രമേ കടുക് ഒട്ടത്തുള്ളൂ. ബാക്കി എക്സ്ട്രാ കടുകെല്ലാം ഇതുപോലെ തട്ടി വരുമ്പോൾ അത് ഇളകിപ്പോകും. ഓക്കെ, അപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ 3 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജമന്തി പൂവിൻ്റെ സൂര്യകാന്തി പൂവിൻ്റെയൊക്കെ നടുക്കിരിക്കുന്ന പോലെ തോന്നാറില്ലേ, ഒരു റിയലിസ്റ്റിക് ലുക്കുണ്ട്. ഇനി ലീഫ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ലീഫ് ഷേപ്പിൽ ഇതൊന്ന് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മുറ്റിയെല്ലാം നോക്കി എടുക്കുക, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. 2-3 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്, വലുത് ചെറുത് അങ്ങനെ പല സൈസിലും. ഇനി അതെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ്. ലൈറ്റ് ഗ്രീനാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് അത് എടുക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ ഗ്രീനും യെല്ലോയും കൂടി ആഡ് ചെയ്താൽ ലൈറ്റ് ഗ്രീൻ കിട്ടും. എല്ലാം ഇതുപോലെ കളർ ചെയ്തെടുക്കുക. ഇനി എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആകണം. ആ സമയം ഞാൻ തണ്ട് ചെയ്യാനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറാണ്. അതിൻ്റെ പേപ്പർ എടുത്തിട്ട് അത് ഹാഫായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ഇല്ലേ, ഇത് 2 എണ്ണവും നമ്മൾ റോൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഈർക്കിൽ യൂസ് ചെയ്ത് ഇതുപോലെ, ഈർക്കിൽ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഈസിയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. ഇനി ആ ഈർക്കിലൊന്ന് റിമൂവ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും.
ഇനി അതിൻ്റെ തുമ്പിൽ ഫെവിക്കോൾ ആഡ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. മറ്റേതും അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. 2 എണ്ണം ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കളർ ചെയ്യാനായിട്ട് ബ്രൗൺ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഏതൊക്കെ കളർ മിക്സ് ചെയ്താൽ ഏതൊക്കെ കിട്ടുമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫുള്ളായിട്ട് ഈ ബ്രൗൺ കളർ ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 4 സൈഡിലും മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡിൽ ബ്ലാക്ക് അക്രിലിക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ട്യൂബില്ലാത്തവർ ബോട്ടിലുള്ള അക്രിലിക് കളറായാലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ. വേറെ ഏതെങ്കിലും കളർ ബ്ലൂവോ അങ്ങനെ ഏതെങ്കിലും കളർഫുള്ളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഇല്ല, അങ്ങനെ കടകളൊന്നും തുറക്കത്തില്ല. എൻ്റെ വേറെ പെയിൻറ്റും സ്റ്റോക്കില്ലായിരുന്നു, ആകെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ബ്ലാക്ക് അടിച്ചത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആകണം. ഇനി അത് ഡ്രൈ ആയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ പൂക്കൾ, അത് 3 എണ്ണവും ഇതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത്. ആദ്യം ഞാൻ വലിയ പൂവാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെമ്മായിട്ട് നമ്മൾ നേരത്തെ പേപ്പർ റോൾ ചെയ്ത് വെച്ചിരുന്നില്ലേ, ന്യൂസ് പേപ്പർ കളർ ചെയ്ത് വെച്ചിരുന്നത്, അത് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് പെൻസിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് സ്മോൾ ഫ്ലവറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് സൈഡിൽ. ലാസ്റ്റായിട്ട് മീഡിയം സൈസ് ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലീവ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പല സൈസിലാണ് ഞാൻ കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. നമ്മൾ ഒരേ സൈസിൽ കട്ട് ചെയ്തതിനും കാട്ടി നല്ലത് പല സൈസിലും കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇരുന്നാൽ പോരാ കേട്ടോ, വാർണിഷ് അപ്ലൈ ചെയ്യണം. കാരണം ഇത് ചീത്തയാകാതിരിക്കാൻ നമ്മൾ കടുകും പൊർത്തുചക്കയുടെ ഇലയൊക്കെ അല്ലേ യൂസ് ചെയ്തത്. അതുകൊണ്ട് ചീത്തയാകാതിരിക്കാൻ നല്ല തിക്കായിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സ്ലീക്ക് വുഡ് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ള ലിക്വിഡ് ആയതുകൊണ്ട് കട്ടിയായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാ ഭാഗത്തും കവർ ചെയ്യണം. പിന്നെ ഫസ്റ്റ് കോട്ട് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം സെക്കൻഡ് കോട്ട് മാക്സിമം എല്ലാ ഭാഗവും കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ 2 കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലവറിൻ്റെ ബാക്കിലും സൈഡിലും ഒക്കെ ഞാൻ വാർണിഷ് നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ കാലം ഇരുന്നോളും, ചീത്തയാകത്തില്ല. ഇപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്താണ് വാളിൽ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടാൽ ഇപ്പോൾ നമ്മൾ പൂർത്തിച്ചക്കയുടെ ഇല യൂസ് ചെയ്താണ് ചെയ്തതെന്ന് തോന്നത്തില്ലല്ലേ. അപ്പം റിയലിസ്റ്റിക് ആയിട്ടൊരു ആ ഫ്ലവേഴ്സ് കണ്ടിട്ട് തോന്നുന്നു. നിങ്ങൾ കാർഡ്ബോർഡിൽ എന്തെങ്കിലും കളർഫുള്ളായിട്ട്, അതായത് ബ്ലൂവോ യെല്ലോയോ അങ്ങനെ എന്തെങ്കിലും റെഡോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നേനല്ലേ കാണാൻ. അപ്പോൾ എൻ്റെ വേറെ കളറൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ബ്ലാക്ക് കൊടുത്തത്. ലോക്ക്ഡൗണൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരു കടകളും ഒന്നും തുറക്കുന്നില്ല, അതുകൊണ്ടാണ് ബ്ലാക്ക് കൊടുത്തത്. നിങ്ങൾക്ക് നല്ല കളർഫുള്ളായിട്ടൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ടാണ് കാർഡ്ബോർഡിൽ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു കാണാൻ നല്ല ഒരു ക്യൂട്ടായിട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.